ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മനുവിന്റെ ചോദ്യങ്ങള് ഈ രീതിയിലൊക്കെ? എന്നെ നിനക്ക് സംശയം വല്ലതുണ്ടോ? ഒരു കാര്യം സംഭവിക്കുമ്പോ അന്വേഷണം ഈ രീതിയിലേക്ക് ആയിരിക്കും. അപ്പോ ഡിമാൻഡ് എല്ലാം സംസാരിച്ച് തീർന്നു. നൗ യുവർ ടൈം സ്റ്റാർട്ട്. വീണ, പണത്തിന്റെ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം. അത് ഞാൻ പാലിച്ചിരിക്കും. പക്ഷേ നീ ഇപ്പൊ കുഞ്ഞിനെ എന്റെ കൂടെ വിടണം. ബെസ്റ്റ്. ഇങ്ങനൊരു മണ്ടത്തരം വീണയുടെ മുമ്പിൽ എഴുന്നള്ളിക്കാൻ തോന്നിയല്ലോ. അഭ്യാസം ഇറക്കാതെ ഇറങ്ങി പോടും. ഒന്ന് നിന്നെ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ മുതല് വീണയെ എങ്ങനെ കീഴടക്കാന്നായിരിക്കും ചിന്തിക്കുന്നെ. ഒരുപാട് വഴികൾ മനസ്സിൽ തെളിഞ്ഞു വരും. പോലീസുണ്ട്, സബ് കളക്ടർ മനു ഉണ്ട്, പിന്നെ ഹരിയേട്ടന്റെ ചങ്കൂറ്റുണ്ട്. എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിച്ച ഞാൻ കൊഴഞ്ഞു പോവേ. പക്ഷേ നിങ്ങളത് ചെയ്യില്ല. കാരണം ആൾക്കാരുടെ ആയുസിനോട് വീണയ്ക്ക് വലിയ മതിപ്പില്ലാന്ന് നിങ്ങൾക്കറിയാലോ. ചെല്ല്. എന്നിട്ട് നീ എന്തിനാ നേരെ ഇങ്ങോട്ട് വന്നത്? എടാ, നിനക്ക് ആ മനുവിനെ വിളിച്ച് കാര്യം പറയാൻ മേലായിരുന്നു. പോലീസുകാരോട് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറയാൻ പാടില്ലായിരുന്നു. അവര് ചോദിക്കുമ്പോ അവള് പറയുമായിരുന്നല്ലോ കുഞ്ഞെവിടെ ഉണ്ടെന്ന്. അമ്മാവ, അവളെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. കൊല്ലണമായിരുന്നു. ജീവൻ പോകുന്ന അറിയുമ്പോഴേ അവള് പേടിക്കില്ലായിരുന്നോ? ഇല്ലേ? അതൊക്കെ അപകടമാ. അവളെല്ലാം തീരുമാനിച്ചിറങ്ങിയിരിക്കുക. പോലീസുകാരുടെ മുമ്പിലെത്തുമ്പോ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവൾക്ക് പറഞ്ഞൂടെ? കിട്ടിയ അവസരം നോക്കി ഞാനും അമ്മാവനും കൂടി അവളോട് പ്രതികാരം ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞൂടെ? അല്ല, അപ്പോ അവള് മനുവിന്റെ വീട്ടിലേക്ക് വിളിച്ചതിന് തെളിവില്ലേ? അമ്മാവ, അതൊരു അപകടം നടന്നപ്പം വിളിച്ചതാണെന്ന് അവൾക്ക് പറഞ്ഞൂടെ? ജ്യോതിയൊക്കെ അവൾക്ക് അറിയാവുന്നതല്ലേ? അമ്മാവ, നമുക്കിപ്പോ മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവള് ചോദിച്ച പണം കൊടുക്കണം. അവ പണമൊന്നും കൊടുക്കാൻ പറ്റൂല. അവൾക്കൊരു കാശ് കൊടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ. അതിനൊരു മാറ്റവും ഇല്ല. എങ്കിൽ പിന്നെ അമ്മാവൻ ആ പണം കെട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോ? അപകടത്തിലാവാൻ പോകുന്ന നിത്യയുടെ ജീവിതം. നമ്മളോടുള്ള വാശിക്ക് വീണ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അന്ന് അമ്മാവന്റെ സ്വത്തിന് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയോ? നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മാവ, ഒരു കോംപ്രമൈസിന് വീണ തയ്യാറാവില്ല. വാശി പിടിച്ചാൽ അവള് നമ്മളെ വേദനിപ്പിക്കും. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്തിനാ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്? കൊടുത്തേക്ക്. ഇതൊക്കെ അവളുടെ കൂടി അവകാശമല്ലേ? അവകാശത്തിന്റെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. പിന്നെ അവളെക്കാളും 1000 മടങ്ങ് ഞാൻ സ്നേഹിക്കുന്ന കൊച്ച നിത്യ. അവക്കൊരു പ്രശ്നം വരുമ്പോ മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാ പറഞ്ഞത്. അവള് ചോദിക്കുന്ന പണം ഞാൻ കൊടുക്കാം, സ്വത്ത്. അത് തന്നെയാ നല്ലത്. വീണയാണ് ഇത് ചെയ്തതെന്നുള്ളത് മനുവിന്റെ കുടുംബം അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പഴിയും കൂടെ കേൾക്കേണ്ടി വരുന്നത് നിത്യയായിരിക്കും. അത് ശരിയാ. അല്ല, പക്ഷേ ഇപ്പോ ബാങ്ക് സമയം കഴിഞ്ഞു കാണത്തില്ലേ? ഇനി നമ്മൾ എവിടെ പോയിട്ട് കാശുണ്ടാക്കാനാ? അയ്യോ, അതൊരു പ്രശ്നമാണല്ലോ. ആണല്ലോ. അല്ല, നാട്ടിലായിരുന്നെങ്കിലേ ആരോടും 10 പേരോട് ചോദിച്ചിട്ട് തുക നമുക്ക് അറേഞ്ച് ചെയ്യായിരുന്നു. അല്ല, ഇനിയിപ്പോ എന്തുവാ മാർഗം? അല്ല, ഞാൻ ഇപ്പോഴും പറയുവാണ്,
ചോദിക്കേണ്ട രീതിയിൽ അവളോട് ചോദിച്ചാ അവള് ഒന്ന് നിർത്തുന്നുണ്ടോ? ഓ നിർത്തി. ഒരു ചെകുത്താനെ പോലെ അവൾ എന്റെ മുന്നിൽ നിന്നത്. കൊല്ലാനും തിന്നാനും മടിയില്ലാത്തവൾ അവള്. ആ, അമ്മാവ, അവളുടെ സ്വഭാവം മാറ്റിയെടുത്തിട്ടോ അവളെ തീർത്തിട്ടോ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കണ്ട. വാ. അത് ഞാൻ തീർത്ത് പറയാ. ആ. ശ്ശേ. നിത്യേച്ചി, ഗിരിനഗർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാ. അവിടം വരെ ആദ്യം കൂട്ടി നിത്യേച്ചി എന്തിനാ പോയേ? ചോദിച്ചു കേട്ടില്ലേ? മനു, ഗിരിനഗറില് ഒരു പാർക്കുണ്ട്. അവിടെ പോകുന്നത് അതിമോന് വലിയ ഇഷ്ടം. എന്നിട്ട് പാർക്കിൽ പോയോ? ഇല്ല, അതെന്തോ പറ്റി? അതിനു മുൻപ് ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നപ്പോ പറയുന്നതായിരുന്നില്ലേ കുറച്ചുകൂടെ എളുപ്പം? അല്ല, എന്താ അവനെ തനിച്ചു കൊണ്ടുപോകാൻ തോന്നിയത്? മോനെ, അമ്മ മിണ്ടാതിരിക്കെ. എല്ലാവരും കൂടി പറയുമ്പോ ആദ്യം ബഹളം വെക്കുമെന്ന് തോന്നി. നിത്യേച്ചിയുടെ ഒരു കുഴപ്പം ഇതാ. മറ്റുള്ളവരിൽ നിന്ന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് സ്വയമായിട്ട് അങ്ങ് ധരിച്ചു വെച്ചിരിക്കുക. ജ്യോതി, നീ ഇവിടെ മിണ്ടാതെ നിന്നാ മതി. ആദ്യമായി കാണാതായപ്പോ നിത്യേച്ചിന്ത ആരെയും വിളിക്കാതിരുന്നേ? അല്ല, നോർമലി എല്ലാരും അങ്ങനെയാണല്ലോ ആദ്യം ചെയ്യാം. മനു, ഞാൻ അവിടെ മുഴുവൻ ഓടി നടന്ന് നോക്കായിരുന്നു. പക്ഷെ ആദ്യം അവിടെ എങ്ങും കണ്ടില്ലായിരുന്നു. എന്താ മനുവിന്റെ ചോദ്യങ്ങള് ഈ രീതിയിലൊക്കെ? എന്നെ നിനക്ക് സംശയം വല്ലതുണ്ടോ? ഒരു കാര്യം സംഭവിക്കുമ്പോ അന്വേഷണം ഈ രീതിയിലൊക്കെ ആയിരിക്കും. മധുര നൊമ്പരക്കാറ്റ്